അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയാജയ്. പ്രധാന വാർത്തകൾ. യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നഷ്ടമായേക്കാം. 12-ാം പിയൂസ് പാപ്പായുടെ വാക്കുകൾ ആവർത്തിച്ച് ലിയോ 14-ാമൻ പാപ്പ. കുർബാന തർക്കത്തിൽ സമവായം. ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന. അഭിവന്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി അനുസ്മരണം നടത്തി. വിശ്വാസ ജീവിതത്തിലൂടെ വിശുദ്ധിയിലേക്ക് വളരണമെന്നും മാതാപിതാക്കളും മതാധ്യാപകരും കുട്ടികൾക്ക് മാതൃകയാകണമെന്നും മാർ ജോസഫ് പണ്ടാരശ്ശേരി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി മാത്യു ജോൺ മൂലക്കാട്ട്. മലങ്കര ഫൊറോനയിലെ വിശ്വാസ പരിശീലകരുടെ സംഗമവും ഏകദിന സെമിനാറും നടത്തപ്പെട്ടു. VC വിൻസെന്റ് അക്കാഫ് ഡയറക്ടർ ബോർഡ് മെമ്പർ. ജ്ഞാനായ മലങ്കര കൂട്ടായ്മയൊരുക്കി ബെൻസൺവിൽ ഇടവക. തൂവാനിസയിൽ നടന്ന ജീസസ് യൂത്ത് ധ്യാനം യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി. മിയാമി സെയിന്റ് ജൂഡ് ജ്ഞാനായ ഇടവകയിൽ ഗ്രാജുവേറ്റ്സിനെയും ഫാദേഴ്സിനെയും ആദരിച്ചു. ഹോളി ഫാമിലി ജ്ഞാനായ കാത്തലിക് മിഷൻ സ്കോട്ട്ലൻഡിലെ തിരുനാൾ പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും മികച്ച വിജയം നേടിയ ജ്ഞാനായ സമുദായ അംഗങ്ങളെ പരിചയപ്പെടുത്തുവാൻ അവസരമൊരുക്കി അപ്നാദേശ്. വാർത്തകൾ വിശദമായി. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി ലിയോ 14-ാമൻ പാപ്പ. ജൂൺ 18 ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച സമ്മേളനത്തിന്റെ അവസരത്തിലാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്നുവരുന്ന സംഘർഷങ്ങളെയും യുദ്ധങ്ങളെയും കുറിച്ച് പാപ്പ അപലപിച്ചത്. 2ാം ലോകമഹായുദ്ധകാലത്ത് 12-ാം പിയൂസ് പാപ്പ പറഞ്ഞ സമാധാനം കൊണ്ട് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല, എന്നാൽ യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നഷ്ടമായേക്കാം എന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടാണ് ലിയോ 14-ാമൻ പാപ്പ യുദ്ധം എന്ന തിന്മയ്ക്കെതിരെ മനുഷ്യ മനസാക്ഷിയെ ഉദ്ബോധിപ്പിച്ചത്. യുക്രൈൻ, ഇറാൻ, ഇസ്രയേൽ, ഗാസ മുനമ്പ് തുടങ്ങി യുദ്ധങ്ങൾ അരങ്ങേറുന്ന ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുയരുന്ന വിലാപം സഭയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. യുദ്ധങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുകയെന്ന പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും പാപ്പ അപലപിച്ചു. ശക്തവും സങ്കീർണവുമായ ആയുധങ്ങളോടുള്ള ആകർഷണത്തിൽ പെടരുതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ അത്തരം പ്രലോഭനങ്ങളെ തള്ളിക്കളയാൻ നമുക്കാകണമെന്ന് ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ ഇറാൻ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതിന്റെയും ഗാസ പ്രദേശത്തെ ആക്രമണങ്ങളും യുക്രൈനിലെ റഷ്യൻ ആക്രമണവും ശക്തമായി തുടരുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് പാപ്പ സമാധാനത്തിന്റെ പ്രാധാന്യത്തെയും യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തെ ഓർമ്മിപ്പിച്ചത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മാർ ജോസഫ് പാംബ്ലാനി എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന അതിരൂപത വൈദിക സമിതി യോഗത്തിലാണ് ധാരണയായത്. ജൂലൈ 3 മുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുവാനാണ് ധാരണ. വൈകുന്നേരം 3:30-നും 6:30-നും ഇടയിലായിരിക്കും ഏകീകൃത കുർബാന അർപ്പിക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം സർക്കുലറായി പുറത്തിറക്കും. കൂരിയ പുനഃസംഘടന ഉൾപ്പെടെ വൈദികർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും അതിരൂപതയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. എന്തായാലും ജൂലൈ 3-ാം തീയതി മാർത്തോമാ ശ്ലീഹായുടെ തുഹറാന തിരുനാളാണ്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെ. ഇവിടെ അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള ഒരു കുർബാന എല്ലാ ഇടവകളിലും അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം അതിരൂപതയിലെ വിശ്വാസികളുടെയും വൈദികരുടെയും ചില ആകുലതകളും ആകാംക്ഷകളും എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളും ധാരണകളുമാണ് വന്നിരിക്കുന്നത്. അതെന്താണെങ്കിലും അത് ഒരു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെയും ഒരു സർക്കുലർ വഴി ജൂലൈ 3-ന് മുൻപ് എല്ലാവരെയും അറിയിക്കുന്നതാണ്. കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായ അഭിവന്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ പിതാവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ ദേവാലയത്തിൽ കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ പ്രാർത്ഥനകളും നടത്തി. പ്രോപ്രോട്ടോ സെഞ്ചലസ് ഫാദർ തോമസ് ആനിമൂട്ടിൽ, സെഞ്ചലൂസ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ചാൻസലറും കത്തീഡ്രൽ വികാരിയുമായ ഫാദർ തോമസ് ആദോപ്പിള്ളിൽ, പ്രൊക്യുറേറ്റർ ഫാദർ ഇബ്രഹാം പറമ്പേട്ട്,
അസിസ്റ്റന്റ് വികാരി ഫാദർ ഷാനി വലിയ പുത്തൻപുരയ്ക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. വിശ്വാസ ജീവിതത്തിലൂടെ വിശുദ്ധിയിലേക്ക് വളരാൻ പരിശ്രമിക്കണമെന്ന് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ. അതിരൂപതയുടെ വിശ്വാസ പരിശീലന വാർഷികവും ബൈബിൾ കമ്മീഷൻ, മിഷൻ ലീഗ്, തിരുബാല സഖ്യം എന്നീ സംഘടനകളുടെ പ്രവർത്തന വർഷവും തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവവിളി കമ്മീഷൻ ചെയർമാൻ ഫാദർ സജി കൊച്ചുപറമ്പിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ ഫാദർ ജിബിൻ മണലോടിയിൽ, വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗം സിസ്റ്റർ കിരൺ SJC, മിഷൻ ലീഗ് അതിരൂപത സെക്രട്ടറി ഏബ്രഹാം സജി, തിരുബാല സഖ്യം സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ഡെവീന SVM എന്നിവർ യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിരൂപത തിരുബാല സഖ്യം ഡയറക്ടർ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ വിശ്വാസ പരിശീലന മാർഗരേഖയുടെയും +1+2 വിദ്യാർത്ഥികളുടെ ഉപപാഠ പുസ്തകത്തിന്റെയും അവതരണം നടത്തി. മതാധ്യാപന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയവരെയും ദമ്പതികളായ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. അതിരൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ കൃതജ്ഞതയർപ്പിച്ച് സംസാരിച്ചു. ഫാദർ ഷെറിൻ കുരിക്കിലേട്ട്, മിഷൻ ലീഗ് ദേശീയ പ്രസിഡന്റ് സുജി പുല്ലുകാട്ട്, വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗം മാത്യു ജെറി, മിഷൻ ലീഗ് വൈസ് ഡയറക്ടർ സിസ്റ്റർ അനു ജോസഫ്, ക്രിസ് സേവി കളപ്പുരത്തട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ ഇടവകകളിൽ നിന്നായി സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെ 450ഓളം അംഗങ്ങൾ പങ്കെടുത്തു. കൊച്ചി അമൃത സ്കൂൾ ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി മാത്യു ജോൺ മൂലക്കാട്ട് കിടങ്ങൂർ ഇടവകയ്ക്കും ജ്ഞാനായ സമുദായത്തിനും അഭിമാനമായി. പ്രൊഫസർ ഡോക്ടർ ജോൺ മൂലക്കാട്ടിന്റെയും ഡോക്ടർ മേഴ്സി ജോണിന്റെയും ഇളയപുത്രനായ മാത്യു ജോൺ UK-യിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. വെളിയന്നൂർ പുളിക്കൽ ബേബി മെറീന ദമ്പതികളുടെ മകൾ ഡോക്ടർ നിർമ്മ ബേബിയാണ് ഭാര്യ. കല്ലിശ്ശേരി ഭദ്രാസന ദേവാലയത്തിൽ വെച്ച് മലങ്കര ഫൊറോനയിലെ വിശ്വാസ പരിശീലകരുടെ സംഗമവും ഏകദിന സെമിനാറും നടത്തപ്പെട്ടു. ഫൊറോന വികാരി ഫാദർ റെന്നി കട്ടേൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല അതിഭദ്രാസനത്തിലെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിലെ റിസോഴ്സ് പേഴ്സണായ ലൈജോ കോശി സെമിനാർ നയിച്ചു. സെമിനാറിൽ മലങ്കര ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നായി അധ്യാപകർ പങ്കെടുത്തു. UAE-യിലെ കേരളത്തിൽ നിന്നുള്ള 100ഓളം കോളേജ് അലൂമിനികളുടെ ദുബായ് ഗവൺമെന്റ് അംഗീകൃത സംഘടനയായ അക്കാഫ് ഡയറക്ടർ ബോർഡ് മെമ്പറായി അരീക്കര സ്വദേശിയായ VC വിൻസെന്റ് വലിയ വീട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 25,000-ലധികം അംഗങ്ങളുള്ള ഈ സംഘടനയിൽ ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിനെ പ്രതിനിധീകരിച്ചാണ് വിൻസെന്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉഴവൂർ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായ ഇദ്ദേഹം കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായിരുന്നു. ദുബായിൽ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ്, KCC UAE ചെയർമാൻ, KCC മിഡിൽ ഈസ്റ്റ് വൈസ് ചെയർമാൻ, DKCC ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബെൻസൺവിൽ തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനിയുടെ അധ്യക്ഷതയിൽ ജ്ഞാനായ മലങ്കര സംഗമം നടന്നു. ഇടവകയുടെ പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് ആദ്യമായി എത്തിയ കൊച്ചുപിതാവിന് സ്വീകരണം നൽകി. തുടർന്ന് മലങ്കര റീത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. ഹാളിൽ നടന്ന കലാപരിപാടികൾ അഭിവന്യ ഗീവർഗീസ് മാർ അപ്രേം പിതാവ് ഉദ്ഘാടനം ചെയ്തു. മലങ്കര സമൂഹത്തിൽപ്പെട്ട എല്ലാവരുടെയും സംഗമം നടത്തപ്പെട്ടു. ജ്ഞാനായ മലങ്കര സമൂഹത്തിന് ലഭിച്ച ആദ്യ മെത്രാനോടൊപ്പമുള്ള ആദ്യ കൂട്ടായ്മ ഒരു നവ്യാനുഭവമായതായി ഏവരും പങ്കുവച്ചു. കോട്ടയം അതിരൂപത ജീസസ് യൂത്തും കരിസ്മാറ്റിക് കമ്മീഷനും സംയുക്തമായി യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി 2024-25 വർഷം റൂട്ട് ടു റൂട്ട്സ് എന്ന പേരിൽ പ്രാർത്ഥനാ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപതയിലെ യുവജനങ്ങൾക്കായുള്ള ജീസസ് യൂത്ത് ധ്യാനം കോതനല്ലൂർ തൂവാനീസ പ്രാർത്ഥനാലയത്തിൽ വെച്ച് ജൂൺ 13, 14, 15 തീയതികളിൽ നടത്തപ്പെട്ടു. ബ്രദർ സണ്ണി തയ്യൽ നയിച്ച ധ്യാനത്തിൽ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള 30 യുവജനങ്ങളും ജീസസ് യൂത്ത് വോളണ്ടിയർമാരും പങ്കെടുത്തു. അതിരൂപത കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ ഫാദർ റെജി മുട്ടത്തിൽ, അതിരൂപത യുവജന കമ്മീഷൻ ചെയർമാൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ എന്നിവർ ധ്യാന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പരിശുദ്ധാത്മ അഭിഷേക ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. കോട്ടയം അതിരൂപത ജീസസ് യൂത്ത് ടീം അംഗങ്ങൾ ധ്യാനത്തിന് നേതൃത്വം നൽകി. സെയിന്റ് ജൂഡ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയുടെ വിവിധ തലങ്ങളിൽ ഗ്രാജുവേറ്റ് ചെയ്തവരെ ജൂൺ 15 തീയതി ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം ആദരിച്ചു. ഫാദർ ജോഷി ഇളമ്പാശ്ശേരി ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് വിശ്വാസ പരിശീലനം 12 വർഷം പൂർത്തിയാക്കിയ ഗ്രാജുവേറ്റ്സിന് അസിസ്റ്റന്റ് DRE സിംജോ ഇടപ്പാറ ഇടവക സമൂഹത്തിന് പരിചയപ്പെടുത്തി. കുട്ടികൾക്ക് ഫാദർ ജോഷി ഇളമ്പാശ്ശേരി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് എല്ലാ പിതാക്കന്മാരെയും ആദരിക്കുകയുണ്ടായി. ഫാദർ ജോഷി ഇളമ്പാശ്ശേരി എല്ലാ പിതാക്കന്മാർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മെറിൻ വെള്ളിയാൻ, ജോഹൻ പടിയാനിക്കൽ എന്നിവർ ഫാദേഴ്സിന് ആശംസകൾ അർപ്പിച്ചു. ഫാദേഴ്സ് ഡേ ആഘോഷങ്ങൾക്ക് പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജോമോൾ വട്ടപ്പറമ്പിലും
വിമൻസ് മിനിസ്ട്രിയും നേതൃത്വം നൽകി. ഹോളി ഫാമിലി ക്നാനായ കാത്തലിക് മിഷൻ സ്കോട്ട്ലൻഡിലെ തിരുനാൾ പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മികച്ച വിജയം നേടിയ ക്നാനായ സമുദായാംഗങ്ങളെ പരിചയപ്പെടുത്തുവാൻ അവസരമൊരുക്കി അപ്നാദേശ്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ നേടിയവരും 10ാം ക്ലാസ് ICSE പരീക്ഷയിൽ 90% മുകളിൽ മാർക്ക് നേടിയവരും CBSE പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 90% മുകളിൽ മാർക്ക് നേടിയവരും പ്ലസ് 2 സയൻസ് ഗ്രൂപ്പിൽ 90% മുകളിലും ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പിൽ 80% മുകളിലും മാർക്ക് നേടിയവരും ഇടവക വികാരി സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റും ലഘുവിവരണവും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം 2025 ജൂൺ 25 മുൻപായി അപ്നാദേശ് ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അപ്നാദേശ് 1950@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും മാറ്ററുകൾ അയക്കാവുന്നതാണ്. വാട്സപ്പിൽ അയക്കുന്ന ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നതല്ല എന്നും ചീഫ് എഡിറ്റർ ഫാദർ മാത്യു കുര്യത്തറ അറിയിച്ചു. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന പരിപാടികളുടെ വീഡിയോയും ലഘുവിവരണവും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളത് വാർത്തയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.